ഹായ് എവരിവൺ. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ കോമണായി ഉപയോഗിക്കുന്ന അബ്രീവിയേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുൻപ് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പായി പ്രാക്ടീസ് ചെയ്യാം. അതോടൊപ്പം വീഡിയോയുടെ എൻഡിലും കുറച്ച് PYQs ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. SMTP ഈസ് ആൻ അക്രോണിം ഫോർ. എന്താണ് SMTPയുടെ ഫുൾ ഫോം എന്നാണ് ചോദ്യം. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓപ്ഷൻ 3 ആണ് ഇവിടെ ശരിയായ ഉത്തരം. Which of the following is a type of malware intentionally inserted into a software system that will set off a malicious function when specified conditions are met? ഒരു പ്രത്യേക കണ്ടീഷൻ എത്തുമ്പോൾ ഉപദ്രവകരമായ ഫങ്ഷൻസ് പുറത്തെടുക്കുന്ന സോഫ്റ്റ്വെയറിന് പറയുന്ന പേരെന്താണ്? എപ്പോഴാണ് ഒരു പ്രത്യേക സമയം വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന നല്ല ഉപദ്രവം ഉണ്ടാക്കുന്ന സാധനം? ബോംബാണ് അല്ലേ? അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ 4 ലോജിക് ബോംബാണെന്ന് കാണാം. എന്താണ് വേം, ട്രോജൻ, സ്പൈവെയർ? സിമ്പിളായിട്ടൊരു ഗൂഗിൾ സെർച്ചിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ദയവായി അത് കണ്ടെത്തി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ജെദിൻസ് ലാപ്ടോപ്പ് ഹാസ് ആൻ LCD സ്ക്രീൻ. ദ അക്രോണിം LCD സ്റ്റാൻഡ്സ് ഫോർ ലൈറ്റ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ലിക്വിഡ് കോമ്പാക്ട് ഡിസ്പ്ലേ, ലൈറ്റ് കോമ്പാക്ട് ഡിസ്പ്ലേ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. നമ്മുടെ വീടുകളിലും ഒക്കെ നമ്മൾ LCD സ്ക്രീനുകൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, നമ്മളതുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷെ എന്താ അതിൻ്റെ ഫുൾ ഫോം? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഓപ്ഷൻ 4 ആണ് ഇവിടെ ശരിയായ ഉത്തരം. ഈ ക്ലാസ്സിൽ കുറേ അധികം അബ്രീവിയേഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 100-നടുത്ത് അബ്രീവിയേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ വായിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 1-2 കൂടി അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് പക്ഷേ തുടരുമ്പോൾ നിങ്ങൾ ഇതിന് ഫോളോ ചെയ്യേണ്ട ഒരു പ്രത്യേക മെത്തഡോളജി ഉണ്ട്. ഞാൻ ഓരോ അബ്രീവിയേഷനും ഒരു തവണ വായിക്കും, അടുത്ത തവണ അതിൻ്റെ ഷോർട്ട് ഫോം മാത്രം പറയും. നിങ്ങൾ മനസ്സിലോ ഉറക്കെയോ നിങ്ങൾ ആ കേട്ട കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ആക്റ്റീവ് ലേണിങ്ങിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേഗം തന്നെ ഇത് മടുക്കും. ഒരാളിത് വായിക്കുന്നത് എത്ര തവണയാണ് കേൾക്കുന്നത്? പക്ഷേ ഒരിക്കൽ വായിക്കുന്നത് കേൾക്കുകയും നിങ്ങൾ പറയുകയും കൂടി ചെയ്യുമ്പോൾ 1-2 തവണ ഈ വീഡിയോ കാണുമ്പോൾ പലതരത്തിലും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഈ അബ്രീവിയേഷൻസ് 10-20 മിനിറ്റ് ചിലവാക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒന്നാമത്തേതാണ് AGP, ആക്സിലറേറ്റഡ് ഗ്രാഫിക് പോർട്ട്. ഇനി നിങ്ങൾക്ക് പറയാം AGP. അടുത്തതാണ് EPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EPROM. BIOS, ബേസിക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം. BIOS. HDD, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. HDD. PCI, പെരിഫറൽ കോമ്പണന്റ് ഇന്റർകണക്ട്. PCI. UNIVAC, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. UNIVAC. GUI, ഗ്രാഫിക് യൂസർ ഇന്റർഫേസ്. GUI. USB, യൂണിവേഴ്സൽ സീരിയൽ ബസ്. USB. VGA, വിഷ്വൽ ഗ്രാഫിക് അഡാപ്റ്റർ. VGA. MAN or MAN, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. MAN. ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ASCII. WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. WAN. EBCDIC, എക്സ്റ്റൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. EBCDIC. LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. LAN. EPROM or EAPROM, ഇലക്ട്രിക്കൽ ഇറേസബിൾ or alterable programmable read only memory. EPROM or EAPROM. അടുത്തത് ഈ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവയെല്ലാം വളരെ എളുപ്പമുള്ള അബ്രിവിയേഷൻസ് ആണ്. അതുകൊണ്ട് വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു തവണ വായിച്ച് നോക്കിയിട്ട് തുടരാം. ഇതിൽ പ്രാധാന്യമേറിയത്, ഓർമ്മയിൽ നിൽക്കാത്തത് ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്നുള്ളതും VDU,
വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നുള്ളതുമാണ്. ബാക്കിയൊക്കെ പരിചിതമായ വാക്കുകളാണ്. തുടരാം. URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. പല തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണിത്. എപ്പോഴും കൺഫ്യൂസിംഗുമാണ്. ശ്രദ്ധിച്ച് പഠിക്കാം. URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. റിപ്പീറ്റ്. URL. IDE, ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്. IDE. FORTRAN, ഫോർമുലാർ ട്രാൻസ്ലേറ്റർ. FORTRAN. MOS, മെറ്റാ ഓക്സൈഡ് സെമി കണ്ടക്ടർ. MOS. ATX, അഡ്വാൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ്. ATX. SIM, സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ. SIM. MHz, മെഗാഹെർട്സ്. MHz. ISP, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP. GHz, ജിഗാഹെർട്സ്. GHz. DBMS, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. DBMS. SQL, സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജ്. SQL. RW, rewritable. RW. SDT, serial data transmission. SDT. CAN, campus area network. CAN, CAN. SIMMS, single inline memory module. SIMMS. PAN, personal area network. PAN. DIMMS, dual inline memory module. DIMMS. CMOS, complementary meta oxide semiconductor. CMOS. ENIAC, electronic number integrator and calculator. ENIAC. CMD, command. CMD. EDSAC, electronic dialogue storage automatic computer. EDSAC. MAC, media access control. MAC, MAC. IC, integrated circuit. IC. LSIC, large scale integrated circuit. LSIC. DIR, directory. DIR. GIGO, garbage in garbage out. GIGO. PHP, hypertext preprocessor. PHP, hypertext preprocessor. DOC, document. DOC. PDT, parallel data transmission. PDT. PDA, personal digital assistant. PDA. USSD, unstructured supplementary service data. USSD. COBOL, common basic oriented language. COBOL. CCNP, Cisco certified network professionals. CCNP. BASIC, beginner all purpose symbolic instruction code. BASIC. ഡോറാബുജി കളിക്കുന്നത് പോലെ ഉണ്ടല്ലേ? കുഞ്ഞുങ്ങൾ കാണുന്ന ഒരു കാർട്ടൂണാണ്. ഇതുവരെ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കിക്കോ. ഏകദേശം ഇതേ പരിപാടിയാണ് അവിടെയും നടക്കുന്നത്. തുടരാം. CEH, സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിംഗ്. CEH. TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. TCP. CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. CSS. Cisco, Computer Information System Company. Cisco. XXS, Cross Site Scripting. XXS. XML, Extensible Markup Language.
XML, HTML, Hypertext Markup Language, HTML, CCNA, Cisco Certified Network Associate, CCNA, RFI, Remote File Inclusion, RFI, HTTP, Hypertext Transfer Protocol, HTTP, DDoS, Distribution Denial of Service, DDoS, VPN, Virtual Private Network, VPN, SEO, Search Engine Optimization, SEO, IP, Internet Protocol, IP. ഇത്രമാത്രമാണ് അബ്രീവിയേഷൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. FTP is an acronym for File Transaction Protocol, File Truncation Protocol, File Translation Protocol, File Transfer Protocol. എല്ലാം ഒരുപോലെ തോന്നുന്നുണ്ടല്ലേ? ഇത് പ്രത്യേകമായി പഠിച്ചു വെക്കുക. ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ളത്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് FTPയുടെ ഫുൾ ഫോം. ഈ ചോദ്യം വളരെ എളുപ്പമുള്ളതാണ്. വാട്ട് ഡസ് ദ അക്രോണിം WAN സ്റ്റാൻഡ് ഫോർ? ശരിയായ ഉത്തരം നിങ്ങൾക്ക് ഇതിന്റെ താഴെയായി കമന്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.